അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബഹുമാനപ്പെട്ട ഇമാം തബറാനി റിപ്പോർട്ട് ചെയ്ത ഹദീസായിരിക്കും. സഅദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വന്നിട്ട് ചൊല്ലു, യാ റസൂലല്ലാഹ് ഉദ്ഉല്ലാഹ അൻ യജ്അലനി മുസ്തജാബദ് ദഅവ. നബി നക്ക് ബനായിട്ട് ദ്വാരക്കണം. എന്ത് ദ്വാരക്കടെ നൻ്റെ അള്ളാഹു ഒരു ദ്വാക്ക് ഇജാബത്തുള്ള വ്യക്തിയാക്കി തീർക്കണം. ദ്വാക്ക് ഇജാബത്തുള്ള വ്യക്തിയാക്കടെ ഇതിൻ്റെ ചെറിയ വിഷയമല്ലല്ലേ. എന്ത് ദ്വാർന്നെങ്കിലും അള്ളാഹുടെ ഉത്തരം കിട്ടുന്ന ഒരു വ്യക്തിയാവുന്നതാണ് എന്നൊക്കെ വലിയൊരു ആശയായിട്ട് നബി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഅദ് റളിയല്ലാഹു അൻഹു ചൊല്ലു, യാ സഅദു അതിബ് മത്അമക തകുൻ മുസ്തജാബദ് ദഅവ. സഅദേ, നീ കഴിക്കുന്നതായ ഫുഡ്, നീ തിന്നുന്ന ഫുഡുണ്ടല്ലേ, അത് നിങ്ങൾ എന്താക്കറു, നല്ല ഹലാലായ ഫുഡ് ആവുക ശ്രമിക്കറു. എങ്കിൽ നിങ്ങൾ ദ്വാരന്നെങ്കിൽ ഉത്തരം കിട്ടിയ ആളായിട്ട് അള്ളാഹു നിങ്ങളാക്കട. അപ്പോൾ നോക്കറു, ദ്വാക്ക് ഇജാബത്ത് നാളെ ദ്വാക്ക് ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ തിന്നുന്ന ഫുഡ് ശുദ്ധമാവണം, ഹറാമ് മുക്താവണം, പൂർണ്ണമായ ഹലാലായിട്ടിക്കണം. അല്ലെങ്കിൽ എത്ര തലകുത്തി മറിഞ്ഞെങ്കിലും എത്ര ദ്വാർന്നെങ്കിലും അള്ളാഹുടെ ഉത്തരം കിട്ടുമോ കഷ്ടമുണ്ട്. അപ്പോൾ ഞങ്ങൾ തിന്നത് ഭക്ഷണം അത് ഹലാലാവും. ഞങ്ങൾ 100% പ്രയത്നമാക്കണോട്ടായിട്ട് ഇതിൽ കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടിത്തണ്ട്. വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി. പിന്നെ അള്ളാഹുടെ നാണ് സത്യമായിട്ട് ചെന്നിട്ടില്ല, ഇന്നൽ അബ്ദ ലയഖ്ദിഫുൽ ലുഖ്മത്തൽ ഹറാമ ഫീ ജൗഫിഹി. ഒരാൾ ഒരു പിടി തൻ്റെ ബയത്ത് ഹറാമായ ഭക്ഷണത്തെ അയാൾ കഴിച്ചു പോയെങ്കിൽ മാ യുതഖബ്ബലു മിൻഹു അമലു 40 യൗമ, 40 ദിവസത്തെ അമൽ അയാളുടെ വക്കൽ നിന്ന് സ്വീകരിക്കപ്പെടല്ല എൻ്റെ ഹദീസിൽ കാണും. അപ്പോൾ ഒരാൾ ഒരു പിടി ഭക്ഷണം അയാൾ ബയത്ത് ആക്കിയിട്ടാണെങ്കിൽ ഉണ്ടാവുന്നതായ ദുഷ്പരിണാമ 44 അയാളെ പിന്നെ ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കില്ല. അതേപോലെ അഹ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണും, മനിസ്തറ സൗബൻ ബി അശ്രി ദറാഹിമ. ഒരാൾ 10 ദിർഹം കൊടുത്തിട്ട് ഒരു വസ്ത്രം വാങ്ങിയിട്ട് ഫീഹി ദിർഹമുൻ മിൻ ഹറാം, അതിൽ 1 ദിർഹം ഹറാമുടെ പൈസ ആയിട്ട് കിട്ടും. 50 ദിർഹമും ഹലാൽ, 1 ദിർഹം മാത്രം ഹറാം എങ്കിൽ ലം യഖ്ബലില്ലാഹു അസ്സ വജല്ല സ്വലാത്തം മാദാമ അലൈഹി. ആ ഡ്രസ്സിട്ട് അയാൾ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ നിസ്കാരം പോലും അള്ളാഹു സ്വീകരിക്കല്ലാണ്ട്. അത്രയും വലിയ ഒരു ഗംഭീരമായൊരു വിഷയമായിട്ട് കിട്ടും. എന്നൊരു ഹദീസ് നോക്കൂ, മൻ ജമഅ മാലൻ ഹറാമൻ സുമ്മ തസദ്ദഖ ബിഹി ലം യകുൻ ലഹു ഫീഹി ഖൈറുൻ അജ്റുൻ വകാന ഇസ്റുഹു അലൈഹി. ഒരാൾ ഹറാമായ മുതൽ സമ്പാദിച്ചിട്ട് എന്നിട്ട് അതിലെ സ്വതക്ക ചെയ്ഞ്ഞിട്ടയിൽ എങ്കിൽ അതിൽ ഒരു കൂലിയും അയാൾക്കില്ല. മാത്രമല്ല അയാളുടെ ഹറാമിൻ്റെ മുതൽ ഇന്നത്തെ തിന്നു പാറ്റിയ ശിക്ഷയും അയാൾ കൊണ്ടുപോകും. അപ്പോൾ ഇന്ന് ചില മുതലാളിമാർ ഹറാമിൻ്റെ ഭാഗത്തിൽ സമ്പാദിച്ചിട്ട് അതിലെ പള്ളിക്കും മദ്രസത്തും അതുപോലെ യതീംഖാനത്തും അതുപോലെ പാവത്തങ്കല്ല സ്വതക്ക ചെയ്തത് കാണും. ഇതിൽ കൂടെ ഡബിൾ ശിക്ഷ കിട്ടും ചാൻസ് ഉണ്ട്. ഒന്നാമത്തത് ഹറാമ് സമ്പാദിച്ചതും, ഇന്നൊന്നും പാവത്തങ്ക് ആ ഹറാമിൻ്റെ മുതൽ തിന്നു പാട്ടിയ ശിക്ഷ. ഇന്നല്ലാഹു തആല ലാ യംഹു സയ്യിഅഹ ബിസ്സയ്യി വലാകിൻ യംഹു സയ്യിഅ ബിൽ ഹസൻ ഇന്നൽ ഖബീസ ലാ യംഹുൽ ഖബീസ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സ്പഷ്ടമായിട്ട് ചൊല്ലി. ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസ്. അള്ളാഹു ബെടക്ക് കൊണ്ട് മായ്ക്കല്ല. ഒരു ബെടക്കായ കാര്യത്തെ ബെടക്ക് കൊണ്ട് ഡിലീറ്റാക്കാവിട, ബെടക്കായ കാര്യത്തെ നല്ലത് കൊണ്ട് ഡിലീറ്റാക്കാവിടും. അതേ സന്ദർഭത്തിൽ ഓന് നയിച്ചതും ബെടക്ക്, എന്നിട്ട് ആ നയിച്ചതിരെ ആ ബെടക്കായ ഹറാമായ സമ്പാദനയുടെ ഡിലീറ്റാക്കോ അഥവാ ആ ദോഷത്തെ ഇല്ലാണ്ടാക്കോ അതിലെ സ്വതക്ക ചെയ്യുന്നത് കൊണ്ട് ഒരു കാര്യമില്ല. ബെടക്ക് കൊണ്ടു
എന്താക്കാവില്ല, മായ്ക്കുകയാവില്ല. പിന്നെ എന്താണോ ബെടക്കിടെ മായിക്കൊണ്ടെങ്കിൽ നല്ലത് ചെയ്യണോണ്ടായിരിക്കും. അപ്പോൾ ഹലാല ബെടക്കായ ഒരു കാര്യം നിങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ മായ്ക്കുകയായിട്ട് ഞങ്ങൾ സ്വതക്ക ചെയ്യണം. പക്ഷേ ആ സ്വതക്ക ഹലാലായ സമ്പാദന ആയിരിക്കണം. ഹലാലായ സമ്പാദനയിൽ കൂടെ നയിച്ചിട്ട് ഞങ്ങൾ സ്വതക്ക ചെയ്യുമെങ്കിൽ ഞങ്ങൾ ദോഷങ്ങളിൽ അള്ളാഹു പൊറുക്കാണ്ടല്ലോ ഹദീസിൽ കാണും. അതേ സന്ദർഭത്തിൽ ഞങ്ങൾ എല്ലാം ജന്ന നമ്പർ റബാനിയാക്കിയിട്ട് ആ കാശിനെ കൊണ്ടുവന്നിട്ട് നല്ലതൊക്കെ ചിലവാക്കിയെങ്കിൽ എന്തും അതിൽ കാര്യക്കല്ല, അത് ആ ദോഷമൊന്നും അതിൽ കൂടെ പരിഹാരമാവില്ല ചെല്ലതായിട്ട് സ്പഷ്ടമായ സന്ദേശ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ 100% ഹലാലായ ഭക്ഷണം കഴിക്കുള്ളതായ പ്രയത്നം ഭാരി കഷ്ടം വന്നിട്ട് പ്രയത്നം ആക്കണമാവുള്ളൂ. അള്ളാഹു ഞങ്ങൾക്കത് തൗഫീക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ. നാലെല്ലാ കാര്യത്തിനും അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. വേണ്ടതായ ആഫത്തും മുസീബത്തിനെ തൊട്ട് ഞങ്ങളെയും കുടുംബത്തെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ ബിഫദ്ലിഹി സ്വല്ലല്ലാഹു അലൈഹി